നമസ്കാരം. തുറമുഖ നിക്ഷേപത്തിൽ MSCയുടെ നിക്ഷേപത്തിൽ CPM നെടുകെ പിളരുമോ അതോ പിണറായി ഒറ്റപ്പെടുമോ? ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് വെടിഞ്ഞത്ത് കാര്യം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. കണ്ണൂർ മാത്രമല്ല, കാസർഗോഡ് ഇരിക്കുന്നവർക്കും വയനാട് ജില്ലാ സെക്രട്ടറിക്കും എല്ലാ സെക്രട്ടറിമാർക്കും ചോദിക്കാം. അതിനകത്തൊന്നും യാതൊരു തടസ്സമില്ല. കാരണം ഇത് എല്ലാവരുടെയും പ്രൊജക്റ്റാണ്, കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രൊജക്റ്റാണ്. അതുകൊണ്ട് ആര് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചാലും നമ്മൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കൊന്നും മറച്ചു വെക്കാനില്ല, ഇതെല്ലാം സുതാര്യമാണ്. ഒരു കാര്യവും മറച്ചു വെച്ച് ഇവിടെ ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സഖാവുണ്ട്, വിഴിഞ്ഞത്ത്. വസ്തുതയിൽ അദ്ദേഹത്തിനോട് ചോദിക്കണം, ശ്രീ പിണറായി വിജയനായാലും ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സഖാവെ നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ആദ്യം തുറമുഖ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരാളാണ് റിച്ചൻസ് മൊറായ്സ്. വിഴിഞ്ഞ സ്വദേശിയാണ്, ഒന്നാം തര സഖാവാണ്, CITUവിന്റെ നേതാവാണ് ഇപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി നെടുകെ വളരുമോ ഇക്കാര്യത്തിൽ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം. ഇവിടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം, പലർക്കും അറിയാമായിരിക്കും. ഈ തുറമുഖത്തെ ഇന്ന് രക്ഷിച്ചു നിർത്തിയതിൽ 140 ദിവസത്തെ സമരത്തിൽ നിന്ന് ഈ തുറമുഖത്തെ രക്ഷിച്ചു നിർത്തിയതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ആളാണ് ശ്രീ റിച്ചൻസ്. വിഴിഞ്ഞ സ്വദേശിയാണ്. സമരം നടത്തിയവരുടെ ഇടയിൽ ജനിച്ചു വളർന്ന് അവരിലൊരാളായി നിന്നുകൊണ്ട് തന്നെ അവരുടെ സമരത്തെ ചോദ്യം ചെയ്യുകയും സമരത്തിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയും സമരത്തിന്റെ വീര്യം കെടുത്തുകയും ചെയ്തയാളെന്നുള്ള നിലയ്ക്ക് ഈ തുറമുഖത്തെ കുറിച്ച് അഭിപ്രായം പറയുവാൻ പ്രാദേശികമായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ റിച്ചൻസ് മൊറായ്സ്. അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എന്റെ അഭിപ്രായത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്പനി 100% നടത്തിയിട്ടുണ്ട്. അടിയണ സിംബൽ. സഖാവ് പറയുകയാണ്, CITU നേതാവ് പറയുകയാണ്, പാർട്ടി മെമ്പർ പറയുകയാണ്, വിഴിഞ്ഞത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ വക്താവ് പറയുകയാണ്, MSCയും അദാനിയും നടത്തിയത് ഇതുവരെ 100% ശരിയാണ്. ഇനി അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാം. കമ്പനിക്ക് ഷെയർ വിൽക്കാനുള്ള 7ഓളം മാനദണ്ഡങ്ങളും പദ്ധതി കരാർ 2015 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഷെയർ വിൽപ്പനയ്ക്കുള്ള എല്ലാ വ്യവസ്ഥകളും 2015 തന്നെ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന പ്രകാരം ഷെയറുകൾ വിൽക്കാൻ അനുമതി പൂർണ്ണമായിട്ടും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ പുറത്താക്കുകയോ ചെയ്താലും വിരോധമില്ല. അദ്ദേഹത്തിന് വിരോധമില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇനി എന്താണ് നടപടിക്രമങ്ങളെന്ന് അദ്ദേഹം പറയുകയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. ആദ്യം പൊതുജന ശ്രദ്ധയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ വഴി വാർത്താക്കുറിപ്പ് പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ വിൽപ്പന സംബന്ധിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ലെന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. രണ്ടാമത്തത് പൊതുജന ശ്രദ്ധയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ വഴി വാർത്താക്കുറിപ്പ് പ്രകടിപ്പിക്കണം. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തണം. മൂന്നാമത്തതാണ് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തണം. അഞ്ചാമത്തെ കാര്യം, ചെലവ് വരുന്ന ഭീമമായ തുക. ഇത് നടപടിക്രമമല്ല, അടുത്തത്. വാസ്തവത്തിൽ അദാനി കമ്പനി 2, 3, 4 ഘട്ടങ്ങളിൽ ചെലവ് വരുന്ന ഭീമമായ തുക കണ്ടെത്തുകയാണ് അവരുടെ 49% ഷെയർ വിഹിതം വിൽക്കുന്നതിലൂടെ തരപ്പെടുത്തുന്നത്. അല്ലാതെ ഇത് അദാനി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നതല്ല. പല സഖാക്കളും പറയുന്നത് അദാനി വിഴിഞ്ഞ വിറ്റ് അദ്ദേഹം പൈസയും കൊണ്ട് പോവാണ്. ഇവിടെ നിക്ഷേപിക്കേണ്ട തുക തന്നെയാണ് 49, അല്ലെങ്കിൽ അദാനി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കണം.
ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ തിരിച്ചടവില്ലെങ്കിൽ തുറമുഖം ജപ്തിയാകും. അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഇടപാട് നമുക്ക് വളരെ അനുഗ്രഹമാണ്. റിസ്ക് മുഴുവൻ എടുക്കുന്ന MSC ആണ്, പണം മുഴുവൻ മുടക്കുന്നത് അവരാണ്. തുറമുഖത്തിന് ഒന്നും സംഭവിക്കില്ല. അത് വിഴിഞ്ഞത്തെ പാർട്ടി സഖാവിന് നല്ല ബോധ്യമുണ്ട്. ചെലവ് വരുന്ന ഭീമമായ തുക കണ്ടെത്തുകയാണ് അവരുടെ 49% ഷെയർ വീതം വിൽക്കുന്നതിലൂടെ തരപ്പെടുത്തുന്നത്. ഈ 49% അദാനി ഷെയർ കച്ചവടത്തെ ഞാൻ ഒരിക്കലും വിഴിഞ്ഞം തുറമുഖം വിദേശ ശക്തിക്ക് മറിച്ചു വിൽക്കുന്നു എന്ന് കരുതുന്നു എന്നാണ് സാധാരണഗതിയിൽ പിണറായിയും സഹാക്കളും പറയുന്നത്. വ്യക്തമായി പറയുന്നു, ഈ 49% അദാനി ഷെയർ കച്ചവടത്തെ ഞാൻ ഒരിക്കലും വിഴിഞ്ഞം തുറമുഖം വിദേശ ശക്തിക്ക് മറിച്ചു വിൽക്കുന്നു എന്നു കരുതുന്നില്ല. ഇങ്ങനെയുള്ള സഹാക്കൾ ഈ നാട്ടിലുണ്ട്. നമ്മൾ അടച്ചാക്ഷേപിക്കണ്ട. ബോധമുള്ള അടിമകളല്ലാത്ത സഖാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. 30 കൊല്ലമായി ഈ വിഴിഞ്ഞം തുറമുഖം സ്വപ്നം കണ്ട് ജീവിക്കുന്ന എനിക്ക് ഇതിൽ ഒരു അഴിമതി കാണാൻ കഴിയില്ല. എന്താണ് പറയുന്നത് ഇവിടെ? മൊത്തം അഴിമതിയാണ്, മൊത്തം കൂട്ടുകച്ചവടമാണ്, മൊത്തം ബിനാമി ഇടപാടുകളാണ്, വിദേശ കമ്പനികളെ വളഞ്ഞ വഴിയിലൂടെ ഇവിടെ കൊണ്ടുവരുന്നു. ഇതൊന്നുമല്ല എന്ന് ഞങ്ങളോടൊപ്പം 30 കൊല്ലം സമരം ചെയ്ത സഖാവ് റിച്ചൻസ് മൊറായിസ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചരിത്രത്തിലെ വിലപ്പെട്ട രേഖയാണ്. എനിക്ക് എന്റെ കേരളമാണ് വലുത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് എന്റെ കേരളമാണ് വലുത്. എനിക്കെന്റെ നാടിന്റെയും കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വികസനമാണ് വലുത്. അത് കഴിഞ്ഞിട്ടേ പാർട്ടിയും പാർട്ടി നിലപാടുമുള്ളൂ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നു. ഇത് മൊത്തത്തിൽ ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തോട്ട് ഒരു വലിയ കോവിഡ് പോലെ വ്യാപിച്ചിട്ടുണ്ട്. പിണറായിക്കും സെക്രട്ടറിക്കും അധിക നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി കഴിയുന്നത് എല്ലാ ദിവസവും നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് സാറിന് ഒരു മറുപടി കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? ഈ കരാർ വഴി കേരളത്തിന് എന്താണ് നേട്ടം? 2010 വരെ MSC ഈ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് രംഗത്ത് ലോകത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു. 2022 1ാം സ്ഥാനത്തേക്ക് കടന്നു. മേഴ്സ്കിനെ കടത്തിവെച്ച് MSC 1ാം സ്ഥാനത്തേക്ക് വന്നു. 2026 ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള അന്തരം വളരെ അധികം കൂടി. 2030 വരെ MSC വലിയ കുതിപ്പിലോട്ടാണ് പോകുന്നത്. ഈ 2006 മുതൽ 2030 ഗ്രാഫ് നോക്കുമ്പോൾ വലിയ കുതിപ്പാണ്. ലോകത്തിൽ വളരെ വേഗത്തിൽ കുതിക്കുന്ന ഒരു കമ്പനി തലസ്ഥാനത്തെ പോർട്ടിൽ വരുന്നു എന്നതാണ് ഈ കരാറിന്റെ നേട്ടം. അതിലൂടെ കേരളത്തിന്റെ വ്യവസായവൽക്കരണത്തിന് നമ്മൾ ആക്കം കൂട്ടണം. കുട്ടികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കണം. നമുക്കിവിടെ ഈ തുറമുഖം എന്തിനാണ് നിർമ്മിച്ചത്? 10 ലക്ഷം കണ്ടെയ്നർ വെച്ച് ഗേറ്റ് അടച്ചിട്ട് മുഴുവൻ പണവും അദാനിക്ക് കിട്ടുക, അല്പം GST സർക്കാരുകൾക്ക് കിട്ടുക. ഇങ്ങനെയാണ് ഈ തുറമുഖം നിങ്ങൾ കൺസീവ് ചെയ്യുന്നതെങ്കിൽ ഈ തുറമുഖം കൊണ്ട് ഒരു ഗുണവുമില്ല. അത് അടച്ചിടുന്നതാണ്, അദാനിയെ പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഒരു 10 ലക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ, അതിനുവേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പോർട്ടിന് വേണ്ടി, തുറമുഖത്തിന് വേണ്ടി പടപൊരുതിയത്. ഒരു ഹോൾ ഇക്കോസിസ്റ്റത്തിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇതുപോലുള്ളൊരു വൻ പദ്ധതി ലക്ഷ്യം വെച്ചത്. ഇവിടെ എന്താണ്? വിദേശ നിക്ഷേപത്തിന് വേണ്ടി കോൺക്ലേവ്, അടുത്ത ഇൻവെസ്റ്റ് കേരള, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ നടത്തുന്ന എന്തിനായിരുന്നു? വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ. ഇവിടെ വിദേശ നിക്ഷേപം നേരിട്ട് കൊണ്ടുവന്നപ്പോൾ യാതൊരു വിധത്തിലും ഞങ്ങൾ സമ്മതിക്കില്ല. അതിനൊരു മറുപടി സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ഹാഷിഫ് ഒരു കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇടതും വലതും ഭരിച്ച് കേരളത്തിലെ വികസനം എന്ന് ഞാൻ ഇടുന്നതാണ്, പടവലങ്ങ പോലെയായി. മന്ത്രിപുത്രന്മാരും, പുത്രി എന്ന് അദ്ദേഹം പറയുന്നില്ല, അമേരിക്കയിലും ലണ്ടനിലും പോയി സുഖിക്കുന്നു. ആടുജീവിതം പോലെ ഞങ്ങൾ കുറെ ജന്മങ്ങൾ ഉള്ളതുകൊണ്ട് കേരളം ഒന്ന് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. വിദേശ റെമിറ്റൻസ് കൊണ്ട് മാത്രമാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രീ ഹാഷിഫ് വേദനയോടെ സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് കുറിച്ചു വയ്ക്കുന്നു.